ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടം വോട്ടെടുപ്പ് നടക്കുന്ന 4 ജില്ലകളിലും മികച്ച പോളിംഗ്. കണ്ണൂർ, കാസർകോട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ വോട്ടെടുപ്പ് സമാധാനപരമായി പുരോഗമിക്കുന്നു. അനിഷ്ട സംഭവങ്ങളില്ല. തെരഞ്ഞെടുപ്പിൽ LDF ഐതിഹാസിക വിജയം നേടുമെന്ന് മുഖ്യമന്ത്രി. സർക്കാരിന്റെ ദുർഭരണത്തിനുള്ള ജനവിധിയാകും തെരഞ്ഞെടുപ്പെന്ന് KPCC അധ്യക്ഷൻ. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരണ നിരക്ക് 10.13%. 59,438 പേർ ചികിത്സയിൽ. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ജാംഷഡ്പൂരിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടം വോട്ടെടുപ്പ് സമാധാനപൂർണ്ണമായി പുരോഗമിക്കുന്നു. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാവിലെ 7-ന് ആരംഭിച്ച തെരഞ്ഞെടുപ്പ് വൈകിട്ട് 6 വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ 354 തദ്ദേശ സ്ഥാപനങ്ങളിലെ 6,867 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. 4 ജില്ലകളിലായി 86 ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെ 89,75,000 വോട്ടർമാരാണുള്ളത്. 1,105 പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ്. ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവസാനഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 ജില്ലകളിൽ ഉച്ചയോടെ മികച്ച പോളിംഗാണ് ദൃശ്യമായത്. രാവിലെ മുതൽ തന്നെ പോളിംഗ് സജീവമായിരുന്നു. 10 മണി കഴിഞ്ഞതോടെ 4 ജില്ലകളിലും ശരാശരി 25% പോളിംഗ് രേഖപ്പെടുത്തി. ഇതുവരെ 36% വോട്ടെടുപ്പ് നടന്നതായാണ് പ്രാഥമിക കണക്കുകൾ. കണ്ണൂർ, കാസർകോട്, കോഴിക്കോട് ജില്ലകളിൽ 36%-ലധികവും മലപ്പുറത്ത് 37%-ലധികവും വോട്ടുകൾ രേഖപ്പെടുത്തി. കോഴിക്കോട് കോർപ്പറേഷനിൽ 29%-ലധികവും കണ്ണൂരിൽ 27%-ലധികവും വോട്ട് രേഖപ്പെടുത്തി. അപൂർവം ചില ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രത്തിലെ തകരാർ മൂലം വോട്ടെടുപ്പ് വൈകി. തകരാർ പരിഹരിച്ച ശേഷമാണ് പോളിംഗ് പുനരാരംഭിച്ചത്. കണ്ണൂർ ജില്ലയിൽ രാവിലെ മുതൽ തന്നെ കനത്ത പോളിംഗാണ് നടക്കുന്നത്. വോട്ടിംഗ് പൊതുവെ സമാധാനപരമാണ്. മന്ത്രിമാരുൾപ്പെടെ പ്രമുഖർ രാവിലെ തന്നെ വോട്ട് ചെയ്തു. കണ്ണൂരിൽ നിന്നും KO ശശിധരൻ ചേരുന്നു. ഹലോ ശശിധരൻ, പറയൂ, എന്താണ് കണ്ണൂരിലെ പോളിംഗ് സാഹചര്യം? സുരേഷ്, കനത്ത പോളിംഗ് ആണ് കണ്ണൂർ ജില്ലയിൽ പുരോഗമിക്കുന്നത്. ഇപ്പോൾ 36.15% പേർ ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. കണ്ണൂർ കോർപ്പറേഷനിൽ 27.3% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആന്തൂർ നഗരസഭയിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ 45.86% പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തളിപ്പറമ്പ്, കൂത്തുപറമ്പ്, പയ്യന്നൂർ, ഇരിട്ടി, ശ്രീകണ്ഠപുരം എന്നീ നഗരസഭകളിലും വോട്ടിംഗ് ശതമാനം 35%-ലേറെയാണ്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇപ്പോൾ 40%-ലേറെ പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. രാവിലെ ചില ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രത്തിൽ തകരാറുണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ പരിഹരിക്കുകയുണ്ടായി. രാവിലെ ബൂത്തുകളിൽ ഉണ്ടായിരുന്ന തിരക്ക് ഉച്ചയോടെ കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ശരി, നന്ദി ശശിധരൻ. മുഖ്യമന്ത്രി പിണറായി ചേരിക്കൽ LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. പ്രതിപക്ഷ ഉപനേതാവ് ഡോക്ടർ MK മുനീർ കാരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ട് ചെയ്തത്. കോടിയേരി ബാലകൃഷ്ണൻ കോടിയേരി ബേസിക് UP സ്കൂളിലും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ കോഴിക്കോട് അത്തോളി മൊടക്കല്ലൂർ AUP സ്കൂളിലും വോട്ട് ചെയ്തു. മന്ത്രി EP ജയരാജൻ പാപ്പിനിശ്ശേരി അരോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. കാസർകോട് ജില്ലയിൽ രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചുവെങ്കിലും രാവിലെ തന്നെ മിക്കയിടങ്ങളിലും ശക്തമായ മഴയായതിനാൽ 10 മണിവരെ പോളിംഗ് മന്ദഗതിയിലായിരുന്നു. വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ. ജില്ലയിൽ ഉച്ചവരെ 3,72,370 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കാസർകോട് നഗരസഭയിൽ 30.7%, കാഞ്ഞങ്ങാട് നഗരസഭയിൽ 29.57%, നീലേശ്വരം നഗരസഭയിൽ 35.98% പേർ വോട്ട് രേഖപ്പെടുത്തി. ബ്ലോക്ക് അടിസ്ഥാനത്തിൽ മഞ്ചേശ്വരത്ത് 24.08%, കാസർകോട്ട് 23.31%, കാറടക്കയിൽ 27.53%, കാഞ്ഞങ്ങാട് 26.03%, നീലേശ്വരത്ത് 30.02%, പരപ്പയിൽ 30.25% പേർ വോട്ട് രേഖപ്പെടുത്തി. ജില്ലയിൽ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പോളിംഗ് സമാധാനപരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് മലപ്പുറം ജില്ലയിലാണ്. 8,387. ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികളും മലപ്പുറത്താണ്. 4,390. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ ഏക സ്ഥാനാർത്ഥി കണ്ണൂർ കോർപ്പറേഷനിൽ മത്സരിക്കുന്നു.
കോഴിക്കോട് ജില്ലയിൽ 5985 പേരും കണ്ണൂരിൽ 5144 പേരും കാസർഗോഡ് 2648 പേരും മത്സരിക്കുന്നുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിൽ 205ഉം കോഴിക്കോട് കോർപ്പറേഷനിൽ 350 സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. മലപ്പുറത്ത് കനത്ത പോളിംഗ് നടക്കുന്നതിന്റെ സൂചന നൽകുന്ന കണക്കുകളാണ് ലഭ്യമാകുന്നത്. 3975 ബൂത്തുകളിലായാണ് ജില്ലയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 94 ഗ്രാമപഞ്ചായത്തുകൾ, 15 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 12 നഗരസഭകൾ, ജില്ലാ പഞ്ചായത്തിന്റെ 32 ഡിവിഷനുകൾ എന്നിവിടങ്ങളിലേക്കായി 35 ലക്ഷം വോട്ടർമാരാണുള്ളത്. വോട്ടെടുപ്പിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും സുരേഷ് ബാബു ചേരുന്നു. ഹലോ സുരേഷ് ബാബു, മികച്ച പോളിംഗ് ആണല്ലോ മലപ്പുറത്ത്. ഏറ്റവും പുതിയ വിവരങ്ങൾ പറയൂ. സുരേഷ്, മലപ്പുറം ജില്ലയിൽ വലിയ രീതിയിലുള്ള പോളിംഗ് നടക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ, അതായത് ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും ഒരേപോലെ തന്നെ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന കണക്കനുസരിച്ച് 12-15 വരെ ഉള്ള ഇലക്ഷൻ കമ്മീഷൻ നൽകിയ കണക്കനുസരിച്ച് 46% പേർ വോട്ട് രേഖപ്പെടുത്തി. മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ശക്തമായ മത്സരം നടക്കുന്ന വളാഞ്ചേരി നഗരസഭയിലാണ്. ഇവിടെ 48% പേർ വോട്ട് ചെയ്തു. അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിൽ 43, മഞ്ചേരിയിൽ 44 എന്നിങ്ങനെയാണ് ഈ നഗരസഭകളിൽ ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയ നഗരസഭകൾ. പൊന്നാനി മുനിസിപ്പാലിറ്റിയിലാണ് ഇപ്പോൾ ലഭിച്ച കണക്കനുസരിച്ച് പോളിംഗ് കുറവ്, 38% പേർ. എന്തായാലും വളരെ ശക്തമായി ഇതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിലും വളരെ മികച്ച രീതിയിൽ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ആദിവാസി മേഖലകൾ, നിലമ്പൂരിലെ വനമേഖലകൾ, ഇവിടെ മണിക്കൂറുകൾ സഞ്ചരിച്ച് വോട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഗവൺമെന്റ് വാഹനം ഏർപ്പാടാക്കി കൊടുക്കുകയും ജനങ്ങൾ 70% ജനങ്ങൾ വിവിധ കോളനി, കുമ്പളപ്പാറ, അതുപോലെ ഇരുട്ടുകുത്തി തുടങ്ങിയ പാണിയമ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ആദിവാസി മേഖലയിലും വലിയ രീതിയിലുള്ള വോട്ടിംഗ് നടന്നു കഴിഞ്ഞു. എന്തായാലും പ്രചണ്ഡമായ ശക്തമായ പ്രചരണത്തിന്റെ ഫലം കാണുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. സുരേഷ്, ശരി, നന്ദി സുരേഷ് ബാബു, നന്ദി. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. സാമൂഹ്യ അകലം നിർബന്ധമാണ്. ബൂത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപും ശേഷവും സാനിറ്റൈസർ ഉപയോഗിക്കുന്നുണ്ട്. മാസ്ക് ധരിക്കാതെ ആരെയും ബൂത്തിന് സമീപത്തേക്ക് എത്താൻ അനുവദിക്കുന്നില്ല. ഇന്നലെ വൈകിട്ട് 3 മണി മുതൽ ഇന്ന് വോട്ടെടുപ്പ് അവസാനിക്കുന്നതുവരെ സർട്ടിഫൈഡ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കോവിഡ് ബാധിതർക്കും രോഗനിരീക്ഷണത്തിൽ പ്രവേശിക്കുന്നവർക്കും ആരോഗ്യവകുപ്പ് നൽകുന്ന സാക്ഷ്യപത്രം ഹാജരാക്കി പോളിംഗ് സ്റ്റേഷനിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാം. ആലപ്പുഴ ജില്ലയിൽ 1ാംഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യന്ത്രത്തകരാറിനെ തുടർന്ന് അസാധുവാക്കിയ മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് 18ാം വാർഡിലെ റീപോളിംഗ് ഇന്ന് നടക്കുന്നു. യന്ത്രത്തകരാർ മൂലം രേഖപ്പെടുത്തിയ വോട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ലെന്ന് വരണാധികാരി റിപ്പോർട്ട് ചെയ്തിരുന്നു. കോഴിക്കോട് ജില്ലയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ജില്ലയിലെ നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും മികച്ച പോളിംഗാണ് നടക്കുന്നത്. 25 ലക്ഷത്തിലധികം വോട്ടർമാരുള്ള ജില്ലയിൽ ത്രിതല പഞ്ചായത്തുകളിലും കോർപ്പറേഷൻ, മുനിസിപ്പൽ വാർഡുകളിലുമായി 6000-ഓളം സ്ഥാനാർത്ഥികളാണ് ഇന്ന് ജനവിധി തേടുന്നത്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി കോഴിക്കോട് നിന്നും നസീർ ബാബു. ഹലോ നസീർ ബാബു. ഹലോ സുരേഷ്, മലയോര മേഖലകളിൽ രാവിലെ മുതൽ നല്ല പോളിംഗ് ആണല്ലോ. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സുരേഷ്, ഇന്ന് പോളിംഗ് ശതമാനം ഏറ്റവും അവസാനമായി നമുക്ക് ലഭിച്ചത് 45.14% ജില്ലയിലെ പോളിംഗ്. ഇതിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ 37.95%. അതുപോലെ തന്നെ നഗരസഭകളായ കൊയിലാണ്ടി, വടകര, പയ്യോളി, രാമനാട്ടുകര, കൊടുവള്ളി, മുക്കം, ഫറോക്ക് എന്നിവിടങ്ങളും നല്ല പോളിംഗാണ് രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ എടുത്തു പറയേണ്ടത് കുന്നമംഗലം ബ്ലോക്കിലാണ് 48.91% വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ നഗരത്തോട് ചേർന്ന കേളന്നൂരിലും കുന്നുമ്മൽ തുടങ്ങിയ പ്രദേശങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും നല്ല പോളിംഗാണ് രേഖപ്പെടുത്തുന്നത്. ജില്ലയിൽ പോളിംഗ് പൊതുവെ സമാധാനപരമാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഒരു വോട്ടർ വോട്ട് ചെയ്ത് മടങ്ങുന്നതിനിടെ മരിച്ച സംഭവമുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ഥാനാർത്ഥിക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു ചെറിയ സംഭവം ഒഴിച്ചേർത്തിയാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരി, നന്ദി നസീർ ബാബു, നന്ദി. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 59,438 ഇന്നലെ 5,258 പേർ രോഗമുക്തരായി. 46,375 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 4,698 പേർക്ക് കൂടി കോവിഡ് കണ്ടെത്തി. സംസ്ഥാനത്തെ കോവിഡ് സ്ഥിരീകരണ നിരക്ക് 10.13%. ഇതുവരെ 2,623 പേർ കോവിഡ് മൂലം മരിച്ചു. ഇന്നലെ 29 മരണങ്ങളാണ് രേഖപ്പെടുത്തിയത്. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റിയും ജാംഷഡ്പൂരും ഏറ്റുമുട്ടും. വൈകിട്ട് 7:30 മത്സരം. ഇന്നലെ നടന്ന 5ാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ്സിയോട് 2-നെതിരെ 4 ഗോളുകൾക്ക് തോറ്റു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടം വോട്ടെടുപ്പ് നടക്കുന്ന 4 ജില്ലകളിലും മികച്ച പോളിംഗ്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ വോട്ടെടുപ്പ് സമാധാനപരമായി പുരോഗമിക്കുന്നു. അനിഷ്ട സംഭവങ്ങളില്ല. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരണ നിരക്ക്
10.13%, 59,438 പേർ ചികിത്സയിൽ. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ജാംഷഡ്പൂരിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.